ഏതോ ഒരു സ്കൂൾ അവധിയുള്ളൊരു സമയത്ത് ഏതോ ഒരു പൊങ്കാല ദിവസമാണെന്ന് ഓർമ്മയുണ്ട്. ആറ്റുകാൽ പൊങ്കാലയും കണ്ടാണെന്ന്. ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അപ്പുറത്തെ വീട്ടിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഏഷ്യാനെറ്റ് പ്ലസ് വരുന്നതിന് മുന്നേ ഉള്ള ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനൽ ഒരു പരിപാടി തീർന്ന സമയത്ത് ഇവർ ഇതണക്ക് ഒരു 3:30 സിനിമ തുടങ്ങി. അതുവരെ കാണാത്തൊരു സിനിമ തുടങ്ങിയപ്പോൾ അതിനകത്ത് മോഹൻലാലും ശ്രീനിവാസനും ഉണ്ട്. അപ്പോൾ ഇത് ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയായിരിക്കും. നമ്മളന്ന് സിനിമയൊന്നും കാണുന്നില്ലല്ലോ, ഇത് ആരുടെ സിനിമയാണെന്നൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഇപ്പം ആ സിനിമ തുടങ്ങി. പേരെഴുതി കാണിക്കുന്നു, തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ, സംവിധാനം പ്രിയദർശൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. സിനിമ തുടങ്ങിയത് ചെറിയ രീതിയിലൂടെ തുടങ്ങുന്നു, പിന്നെ കുറച്ച് സീരിയസ് ആവുന്നു. സീരിയസ് എന്ന് പറഞ്ഞാൽ കോമഡിയിലൂടെ സീരിയസ് ആവുന്നു. ആ സീരിയസ് പിന്നീട് അങ്ങോട്ട് വളരുന്നു. നമുക്കൊരു ആകാംക്ഷ വരുന്നുണ്ട്, നമുക്കൊരു ചിരി വരുന്നുണ്ട്, പിന്നെ കൂട്ടച്ചിരിയായി. ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേന് ചിരിച്ച് കസേരയിൽ നിന്ന് വരെ താഴെ വീഴുന്ന അവസ്ഥ വരായിട്ടുണ്ട്. ആയിരിക്കും ഈ സിനിമ ആദ്യമായിട്ട് കണ്ട സമയത്ത്. സിനിമയുടെ പേര് അക്കരെ അക്കരെ അക്കരെ. സംഭവിക്കാൻ പാടില്ലാത്ത സാധനമായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ഇത് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ചറിഞ്ഞു വെച്ചാൽ, ഇവർ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് എല്ലാം കൊണ്ട് കയറി. പക്ഷേ ഇതിൻ്റെ തിരക്കഥ എടുക്കാൻ മറന്നുപോയി ശ്രീനിവാസൻ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം 2 ദിവസം കൊണ്ട് എഴുതി തീർത്ത സിനിമ കൂടിയാണെന്ന് കേട്ടപ്പോൾ അത്ഭുതമായി. കാരണം ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഓവർ റേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല. ഇത് ആദ്യമായിട്ട് കണ്ടവർക്കറിയാം ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അതായത് ഇത് മറ്റേ നാടോടിക്കാറ്റിൻ്റെയോ പട്ടണപ്രവേശത്തിൻ്റെയോ 2ാം ഭാഗമാണെന്നോ 2ാം ഭാഗമോ 3ാം ഭാഗമോ ആണെന്നോ ഉള്ള ഒരു ബന്ധം അറിയാതെ ഫ്രഷായിട്ട് ഒരു സിനിമ കാണുന്നു. അതിങ്ങനൊരു സിനിമ ഇന്ന് റിലീസാകുമോ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ചിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്രമാത്രം അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയാണ്. ചിരിയിലൂടെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് അക്കരെ അക്കരെ അക്കരെ. ഇതുപോലെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.